എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 15-ാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഓവറിലെ 6 പന്തിലും സിക്സർ നേടുന്ന മൂന്നാമത്തെ താരമായത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 പന്തിലും സിക്സ് നേടുന്ന മൂന്നാമത്തെ താരമായത് ആരാണ്? ദീപേന്ദ്ര സിംഗ് എയ്റി. നേപ്പാൾ പ്ലെയറാണ് ദീപേന്ദ്ര സിംഗ് എയ്റി. അപ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഒരു ഓവറിൽ 6 ബോളും സിക്സ് നേടുന്ന ആദ്യത്തെ താരം യുവരാജ് സിംഗും രണ്ടാമത്തെ താരം കീറോൺ പൊള്ളാർഡുമാണ്. മൂന്നാമത്തെ താരമായിട്ട് മാറിയത് ദീപേന്ദ്ര സിംഗ് എയ്റിയാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ്? ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് ഉദിത് എന്ന വ്യക്തിയാണ്. ആരാണ്? ഉദിത്. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് എവിടെയാണ്? 2024 ഏപ്രിലിൽ ഇന്ത്യൻ കരസേനയുടെ ത്രിശക്തി കോപ്സ് മിസൈൽ ഫയറിംഗ് അഭ്യാസം നടന്നത് സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 10ആണ്. ഒന്നാം സ്ഥാനത്തുള്ളത് റഷ്യയാണെന്നോട് ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി. 2024 ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ടത് കേരള ഹൈക്കോടതിയാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ന്യൂസ് വീക്ക് മാഗസിന്റെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അടുത്തിടെ ന്യൂസ് വീക്ക് മാഗസിൻ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ നേട്ടത്തിൽ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? 2024 ഏപ്രിലിൽ ഇന്ത്യയിലെ പുതിയ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതനായത് ലിൻഡി കാമറൂൺ ആണ്. ആരാണ്? ലിൻഡി കാമറൂൺ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? 2024 ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ചത് ജപ്പാനാണ്. ഏത് രാജ്യമാണ്? ജപ്പാൻ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ടവർ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ നമ്മുടെ LDCയുടെ ക്ലാസ്സുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ക്ലാസ്സുകളൊക്കെ. സോ ഡൗൺലോഡ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്